ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ഓർമ്മകളും ഒരുപാട് ഇഷ്ടവുമുള്ള ഒരാളുടെ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ചെറിയ കാലങ്ങളിൽ ഞാൻ ഒത്തിരി സ്നേഹിച്ചിരുന്നത്, ഒത്തിരി പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയുടെ ചെറിയ ഒരു ഫോട്ടോസ് നമുക്കൊക്കെ തരുമായിരുന്നു. അൽഫോൻസാമ്മയുടെ പടമുള്ള ഒരു ഫോട്ടോയും അതിൻ്റെ ബാക്കിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചെറുപ്പകാലങ്ങളിൽ ഒത്തിരിയും ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ആ പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, ഇഷ്ടപ്പെടുമായിരുന്നു. അതുപോലെയൊക്കെ ആകാനായിട്ട് എനിക്ക് ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ ചെറിയ കാലഘട്ടത്തിൽ. അപ്പം എനിക്ക് അൽഫോൻസാമ്മയെ കുറിച്ച് ഒരുപാട് കഥകൾ എനിക്ക് എൻ്റെ വല്യമ്മയും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അൽഫോൻസാമ്മ എന്ന് പറയുന്ന ഒരു ബാല്യകാലമുള്ള ഒരു സ്ത്രീ, ഒരു കുട്ടിയായിരുന്നു അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയ്ക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. അൽഫോൻസാമ്മയുടെ വീടും അൽഫോൻസാമ്മയുടെ കളിച്ച് നടന്ന മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അൽഫോൻസാമ്മയുടെ ഇവിടുന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചും അപ്പുറത്തുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ആണ് ഇവിടെ വന്നത്. അപ്പം അൽഫോൻസാമ്മയുടെ വീടുണ്ട്. ഇപ്പം ഇത് സിസ്റ്റേഴ്സാണ് നോക്കുന്നത്. ഈ വീടും മ്യൂസിയമായിട്ടും ഇവിടെ കോൺവെൻ്റായിട്ടും സിസ്റ്റേഴ്സാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഉള്ളത്. കോൺവെൻറ്റും ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ചാപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് കോൺവെൻറ്റുകളിലൊക്കെ അവർക്ക് പ്രാർത്ഥിക്കാനും അവർക്ക് ധ്യാനിക്കാനുമുള്ള ചാപ്പൽ, ചെറിയ ചെറിയ പള്ളികളുണ്ട്. ആ ഒരു പള്ളിയാണിത്, ചാപ്പൽ. അപ്പോൾ എപ്പോഴും അവർക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണമല്ലോ സിസ്റ്റേഴ്സ്, കന്യാസ്ത്രീകൾ. അപ്പോൾ അൽഫോൻസാമ്മയുടെ വീടിരുന്ന സ്ഥലം ഇപ്പോൾ ഒരു കോൺവെൻ്റായിട്ട് മാറിയിട്ടുണ്ട്. വീട് ഉള്ള സ്ഥലം മ്യൂസിയമായിട്ടുണ്ട്, ആൾക്കാർക്ക് സന്ദർശിക്കാനായിട്ട്. പിന്നെ അൽഫോൻസാമ്മയെ മരിച്ച് അടക്കിയിരിക്കുന്ന സ്ഥലമൊക്കെ ഭരണങ്ങാനത്താണ്, അതും എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനിവിടെ വന്നത്. അൽഫോൻസാമ്മ നടന്ന് കളിച്ച് വളർന്നിരിക്കുന്ന മണ്ണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ ഈ പള്ളിയിൽ കയറി ഇപ്പോൾ സിസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ ഞങ്ങൾ കയറി ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ഇതൊരു ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. ജീവിച്ചിരുന്ന് നല്ലത് ചെയ്ത് നല്ല പ്രവർത്തികൾ ചെയ്ത്, അതായത് യേശുവിന് വേണ്ടി ജീവിച്ച് വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരാളാണ് വാഴ്ത്തപ്പെട്ട അൽഫോൻസാമ്മ എന്ന് പറയുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒരുപാട് കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് നേരിട്ട് വന്ന് കാണാനും ഒരു ഭാഗ്യം കിട്ടി. ഇതെൻ്റെ ലൈഫിലൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ അകത്ത് കയറി ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് തൊഴുതിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് മാതാവിൻ്റെ ഒരു ഒട്ടച്ച്, ഇതെല്ലാം കോൺവെൻ്റാണ് കേട്ടോ. ഇതാണ് അൽഫോൻസാമ്മയുടെ വീട്. അൽഫോൻസാമ്മയുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നേരെ പോയിട്ട് വരാം. ഇതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. കരിങ്കല്ലിലാണ് പണിതിരിക്കുന്നത്. എല്ലാം കരിങ്കല്ലിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. മ്യൂസിയമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, എൻ്റെ ജീവിതത്തിൽ ഒരുപാട്, അതായത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളായിരുന്നു അൽഫോൻസാമ്മ. മാതാവൊക്കെ ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത്. അൽഫോൻസാമ്മ എന്ന് പറഞ്ഞ ചരിത്രം ഒരുപാടുണ്ട് കേട്ടോ. അവസാനം കല്യാണം വേണ്ടാന്ന് വെച്ച് അവസാനം വീട്ടുകാരോടുള്ള ദേഷ്യത്തിന് അത്ര സൗന്ദര്യവതിയായിരുന്നു അൽഫോൻസാമ്മ. ഒത്തിരി സൗന്ദര്യമുള്ളൊരു കുട്ടിയായിരുന്നു അൽഫോൻസ. കല്യാണാലോചനകളൊക്കെ വന്നപ്പോഴും എല്ലാവരോടും ഉള്ള ദേഷ്യത്തിന് ഉമിക്കകത്ത്, അതായത് പണ്ടൊക്കെ ഇങ്ങനെ ഉമി കരിച്ചിടുമല്ലോ, അങ്ങനെ ഉമിക്കകത്ത് ചാടി എന്ത് ചെയ്തു സ്വയം പൊള്ളലേൽക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒരുപാട് പോരാടിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഈ നിലയിൽ പുള്ളിക്കാരത്തിയുടെ എല്ലാ കാര്യങ്ങളും ഇതാ ഉണ്ടോ. പുള്ളി അൽഫോൻസ് ആണോ അല്ലേ? അൽഫോൻസിൻ്റെ വീടാണ്. അതാണോ വീട് കേട്ടോ. കേരളത്തിലുണ്ടല്ലോ, ഇതിനകത്ത് കേരളത്തിലിരിക്കുന്നു. Relaxing praying area, silence, prayer silence.
വീടായിരുന്നു അൽഫോൻസാമ. എൻ്റെ നാട്ടിലുള്ളവർക്കൊന്നും ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നത്. കാരണം ഞാൻ ആരെയും നിന്ദിച്ചിട്ടില്ല. ഞാൻ ബഹുമാനിച്ചവരെയും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഓരോ സങ്കടങ്ങളിലും ഞാൻ അൽഫോൻസാമയുടെ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അൽഫോൻസാമയുടെ മുഖം ഇങ്ങനെ ഒരുപാട് നോക്കുമായിരുന്നു. ഞാൻ പടത്തിൽ കണ്ടിരുന്ന അൽഫോൻസാമയാണ് ഇത്. ഇങ്ങനെയായിരുന്നു ആ പടം ഉണ്ടായിരുന്നു. ഇത്രയും അത്ര ഭംഗിയതിൻ്റെ അത്രയും സുന്ദരിയായിരുന്നു അൽഫോൻസ. ഇത് അൽഫോൻസാമയുടെ വീടായിരുന്നു. നടന്ന വീടാണിത്. കണ്ടോ അത്രയോ വീട് നോക്കി റൂംസൊക്കെ കാണിച്ചായിരുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അയ്യൊന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അയ്യൊന്നില്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതുപോലെ ഇരിക്കും. അഴിയുന്നെങ്കിലും അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാകുന്ന ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിധേയപ്പെട്ട് ദൈവത്തിന് വിധേയപ്പെട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, താഴ്മയുണ്ടെങ്കിൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഗോതമ്പ് മണി എന്ന് പറഞ്ഞ സംഭവം നിലത്തോട്ട് വീണ് അത് അഴുകി അത് അവിടുന്ന് കിളുത്ത് വരുമ്പോഴാണ്, കണ്ടോ ഒരു ശലഭം വന്നിരിക്കുന്നത് നോക്കി. സത്യമുള്ളവർ വരുമ്പോഴാണ് ഇതൊക്കെ എന്ത് ചെയ്യുക വരിക. കണ്ടോ എൻ്റെ കൈ നോക്കി കണ്ടോ എടുത്തെത്തി. എന്ന് വെച്ചാൽ അത് വീണ് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഗോതമ്പ് മണിയിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. കാരണം ജീവിച്ചിരുന്നപ്പം വളരെയധികം ഫലം പുറപ്പെടുവിച്ചു, നല്ല രീതിയിൽ മരിച്ചു, ഇന്നും ജീവിക്കുന്ന ആളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. വാഴ്ത്തപ്പെട്ട അൽഫോൻസാമ എന്ന് അംഗീകരിച്ചിരിക്കുന്നതാണ് അൽഫോൻസയെ. അതാണ് ഇന്നും ജീവിച്ചിട്ടും മരിച്ചു പോയിട്ടും അൽഫോൻസാമ ഇന്ന് വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചതാണ്. അത് റോമിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരാളാണ് മദർ തെരേസ. വീടാണ് ഇതെല്ലാം. ഈ അൽഫോൻസാമ ജനിച്ചു വളർന്ന വീടാണ്. വലിയൊരു തറവാട്ടുകാരിയാണല്ലേ? അതെ. പിന്നെ ഭയങ്കര കഴിവുകാരാണ് അവര്. അതുകൊണ്ട് ഒരുപാട് കല്യാണങ്ങളെല്ലാം അൽഫോൻസയ്ക്ക് എപ്പോഴും കന്യാസ്ത്രീ ആകണം എന്നായിരുന്നു ആഗ്രഹം. അപ്പൊ അതിന് ഒരുപാട് കല്യാണങ്ങൾ വന്നപ്പോഴും അൽഫോൻസാമ അതിനൊന്നും സംഭവിച്ചില്ല. കാരണം യേശുവിന്റെ കൂടെ ജീവിക്കണം, യേശുവൊത്ത് ജീവിക്കണം എന്നുള്ള ഒരൊറ്റ തീരുമാനക്കാരിയായിരുന്നു അൽഫോൻസാമ. അധ്യാപികയും കൂടിയായിരുന്നല്ലേ? കണ്ണാ എന്നെ എടുക്കൂ. ആ ശലഭം ഒന്നാണ്ട് നല്ല ഭംഗിയുണ്ട്. ഓടി നടന്ന് ആ സ്ഥലം കാല് വെച്ച് നടന്ന സ്ഥലം ഇത് അറിയുന്നേരാ. കണ്ടോ മുൻവശമല്ലേ? പഴയകാല അല്ലേ? ഈ വീടിന്റെ ഇതിന് പറയുന്ന അറയുന്നേര എന്നാണ്. അറയുന്നേരയുള്ള വീടാണ്. ഇതിന്റെ ഉള്ളിലൊക്കെ പത്തായം, നെല്ല്, പത്തായം, അങ്ങനെ ഇതിന്റെ ഉള്ളിൽ അറയുണ്ട്. പഴയകാല വീടാണ്. എൻട്രൻസ് ഒക്കെ നോക്കി. ഇപ്പൊ ഗേറ്റൊക്കെ
ഫ്രണ്ടിലൊക്കെ എൻട്രൻസ് ആയി. ഇതാണ് അതൊരു ഭാഗ്യമല്ലേ, പഴയ വീട് അന്നത്തെ ഓടൊക്കെയാണ് കേട്ടോ. ഓടൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇതൊക്കെ ഒറിജിനലാ. ഏത്? ഈ വുഡുകളില്ലേ, ഇതൊക്കെ 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 ഒറിജിനലാന്ന്. അന്ന് ഭയങ്കര ഈ ഫ്ലോറ്, ഇത് കല്ല്, ഇതൊക്കെ തറവാട്ട്. ആരുടെ വീടാണെന്ന് പറഞ്ഞാൽ അമ്മയുടെ വീട്. അമ്മയുടെ അമ്മയുടെ തറവാടാണ്. അതായത് പുള്ളിക്കാരത്തിയുടെ അമ്മ മരിച്ചു പോയപ്പോ അമ്മയുടെ അമ്മയാണ് വളർത്തിയത്. അമ്മയും അച്ഛനും മരിച്ചു പോയി. 14 വയസ്സ് വരെ ഇവിടെ. അതിന് ശേഷമാണ് പോയത് ഈ സ്കൂളിൽ, സെന്റ് അഗസ്റ്റിൻ. കോൺവെന്റിലേക്ക്. പിന്നെ അങ്ങാട് അച്ഛന്റെ ഭരണങ്ങാനത്തേക്ക് പോയി. എന്നുവെച്ചാല് വിശുദ്ധമായ ഒരു അമ്മയല്ലേ. അത്ര വിശുദ്ധമായിട്ട് ജീവിച്ച ഒരുപാട് സിസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കല്യാണത്തിനോട് താല്പര്യമില്ലായിരുന്നു. ബാല്യ കൗമാര കാലത്ത് ചെലവഴിച്ച മുരിക്കൻ തറവാട്. മുരിക്കൻ തറവാട്. വെട്ടുകല്ലിനാണ് ഇത് പണിതിരിക്കുന്നത്. വെട്ടുകല്ല് ഉണ്ടോ? വെട്ടുകല്ല് നല്ല മണം. എന്തിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട് ഇത്. ഏത് ചെടിയിലാണോ? വെട്ടുകല്ലുണ്ടോ? വെട്ടുകല്ലിന് വലിയൊരു തറവാടാണ്. റാന്തലൊക്കെ കാലത്തെ വിളക്കാണ്. ബ്രിട്ടീഷ് കൊളോണിയൽസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അൽഫോൻസാമ്മേനെ. ഒത്തിരി ഞാൻ എൻ്റെ സങ്കടങ്ങളിലെല്ലാം ഞാനിങ്ങനെ അന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യം വെച്ച് അൽഫോൻസാമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. 7 പ്രാവശ്യമൊക്കെ ചൊല്ലണം ആ പ്രാർത്ഥന അന്നൊക്കെ. പിന്നെ മറന്നു. പിന്നെ അതൊക്കെ ഞാൻ വിട്ട് വേറെ ഓരോ തലങ്ങളിൽ വന്നപ്പോഴും എൻ്റെ ഉള്ളിൽ അന്നത്തെ ആ സ്നേഹം ഇന്നും ഉണ്ട് എനിക്ക്. അതുകൊണ്ട് അവര് ഇവിടെ നിന്നെ വരുത്തി. അതെ. ഞാൻ ഇതിനെ പാസ് ചെയ്ത് പോയപ്പോഴാണ് ഞാൻ യാദൃശ്യമായിട്ട് കണ്ടത്. അതെന്താണ് ജനലുകളാണ്. ഇപ്പോൾ ഒന്നും അങ്ങനെയില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ കളർ ജനലുകളാണ്. പണ്ടത്തെ ജനലായിരുന്നു. അത് വിജയിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ കൊണ്ടുപോയിട്ട് ഇടാൻ കൊടുക്കും. അപ്പം ഞാൻ ഇതും എൻ്റെ പരീക്ഷണം വിജയിച്ചു. അങ്ങനെ അൽഫോൻസാമ്മയുടെ വീട്ടിൽ വരാനൊക്കെ ഒരു യോഗം കിട്ടി. ഇനി കിണർ കാണണം, വെള്ളം കുടിക്കണം. തറവാട്ടിൽ നിന്ന് ഇറങ്ങി ഇതൊരു തറവാടായി. 1910 ആഗസ്റ്റ് 1946 ജൂലൈ 29. അൽഫോൻസാമ്മയുടെ വീട് കണ്ടു. അൽഫോൻസാമ്മ ഉപയോഗിച്ചിരുന്ന കിണറാണ് ഇതൊക്കെ. ഇപ്പം ഇങ്ങനെ ഓരോ ഇതിങ്ങനെ മ്യൂസിയം ആക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ അതായത് ബുക്കുകൾ, പിന്നെ പുള്ളിക്കാരത്തിൻ്റെ ഓരോ ജീവചരിത്രങ്ങളുള്ള ഫോട്ടോസൊക്കെ ആർട്ട് പരമായിട്ടൊക്കെ അങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് തുറന്ന് ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ വീട് കണ്ടു. ഇനി അൽഫോൻസാമ്മ ഉപയോഗിച്ചിരുന്ന കിണറാണ് അത്. ഇങ്ങനെ ആളുകളെല്ലാം അത് കോരി കുടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സൗഖ്യദായകമായ കിണറെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ വെള്ളം ഇതാണ് കിണർ. ഇവിടെ നിന്നാണ് വെള്ളം അന്ന് കോരിക്കൊണ്ടിരുന്നത്. അപ്പം ഒത്തിരി മേളിലോട്ട് എന്ത് ചെയ്യായിരുന്നു വെള്ളം? അങ്ങോട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? അന്ന് കല്ല് ഇതൊക്കെ പണിതല്ലേ? ഇപ്പൊ പണിതാണ് ഇതൊക്കെ അല്ലേ? പക്ഷെ ഇത് സംഭവം ഇത് ഉണ്ടായത് ഈ ഭിത്തി ഇത് ഓൾറെഡി ഭിത്തിയിൽ കണക്റ്റഡ്.
അന്ന് പണിതോന്നില്ല, അന്നത്തെ വീട്. അതൊക്കെ റിയലി മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തന്നെ. ഇതാണ് കിണർ. ഇതാണ് ആ കിണർ കണ്ട. ഇതാണ് അൽഫോൺസാമ്മ. പ്രാർത്ഥിക്കുന്ന കേട്ടോ. ഞാൻ വെള്ളം പോട്ടെ. ഇവിടെ നമ്മുടെ വെള്ളം ഇത്തിരി കോരി കുടിച്ചിട്ട് ഇവിടെ നല്ലതായിരിക്കുന്നുണ്ട് കണ്ണനാ. എടുത്തോ. ഹോളി വാട്ടർ. അമ്മയുടെ കൈമുദ്ര പതിച്ച സ്ഥലം. ഒരു ഐഡിയ കിട്ടണം. നമ്മൾ ഒന്നിട്ടു, രണ്ടിട്ടു, മൂന്നിട്ടു. എൻ്റെ അമ്മയ്ക്ക് പോലും ഇത്രയും ഭാഗ്യം കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ നാട്ടുകാർക്കും കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ ഇടവക്കാർക്കും കിട്ടിയിട്ടില്ല. എനിക്കാണ് ആ നാട്ടിൽ വയനാട് എന്ന മലമ്പ്രദേശത്ത് ആദ്യമായിട്ട് വന്ന അൽഫോൺസാമ്മയുടെ കിണറ്റിൽ വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തത്, ഇതൊന്ന് കഴുകട്ടെ, നമുക്കിതൊന്ന് കഴുകാം. കപ്പ് നല്ലോണം എല്ലാവരും കുടിച്ചിട്ടൊക്കെ വെച്ചതല്ലേ, നമുക്കിതൊന്ന് നല്ലോണം നല്ല വഴി കാണിച്ചല്ലോ. ഞാൻ വന്നിരിക്കട്ടെ, എന്ത് കഷ്ടപ്പാടെല്ലാം മാറ്റി തന്നെ. ഇങ്ങനെ കല്യാണക്കാരൊക്കെ ഇങ്ങനെ ഒരുപാട് വന്ന് ശല്യം ചെയ്തപ്പോൾ സ്വയമായിട്ട് എന്ത് ചെയ്ത് ഭൂമിയിലായിട്ട് കയറി ദേഹം പൊള്ളിച്ചു. ഇതാണ് ആ മരവിന്ന്. വെള്ളം നിറച്ച് വെച്ചിട്ട് അതിലേക്ക് ഇരുന്ന് കാലില് ധാര കോരിന്ന്. മരവി മരവി ഇതാണ് അല്ലേ? കല്ല് കൊള്ളാം. ഇതാണ് അൽഫോൻസ. ഇതാണ് അൽഫോൻസാമ്മയുടെ ഓർമ്മ. കൊന്ത കണ്ട, ഇപ്പോഴും കൊന്തയും ബൈബിളും ആയിരുന്നു കയ്യില്. കണ്ണൊക്കെ കണ്ടിരുന്നു. എപ്പോഴും പ്രാർത്ഥനയായിരുന്നു ചെറുപ്പകാലങ്ങളിൽ തൊട്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ട്, പ്രേയർ സില്ലിംഗ്. ഇതാണ് പുള്ളി അതായത് യേശുവിനെ കുരിശിൽ തറച്ചപ്പം മുള്ളാണ് തലയിൽ വെച്ചോടുത്തത്. മുൾക്കിരീടം. ഇതാണ് തലയിൽ യേശുവിന് വെച്ചു കൊടുത്തത്. അതായത് മനുഷ്യകുലത്തിന്റെ പാവങ്ങൾക്ക് വേണ്ടി സ്വയമായിട്ട് ഇത് കുത്തിവെച്ചല്ലേ. അപ്പൊ എന്തുമാത്രം പാവം അല്ല വേദന അനുഭവിച്ചിട്ടുണ്ടാവല്ലേ മനുഷ്യന്റെ പാവത്തിന്. എന്നിട്ടും മനുഷ്യൻ ദുഷ്ടത്തരമല്ലേ കാണിക്കുന്നത്? പാവത്തിന് വേണ്ടി എന്താണ്? ചക്കരമ്മ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. എനിക്ക് ഒത്തിരി സമാധാനം തന്നിട്ടുണ്ട് ഞാൻ വേദനിച്ചപ്പോൾ. അതിനൊന്നും ഞാൻ ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്നതിനൊന്നും ഞാൻ ഇഷ്ടം തന്നെ ഉണ്ടാവും മനസ്സിൽ. അപ്പോൾ അൽഫോൻസ് നല്ല ഒരു ആളായിരുന്നു. ബൈബിളും കൊന്തയായിരുന്നു ഇപ്പോഴും അൽഫോൻസ്. അമ്മയുടെ കാല് പൊള്ളിയ സ്ഥലവും എല്ലാം കണ്ടു. അമ്മയുടെ കാല് പൊള്ളിയപ്പോ ഇതില് വെള്ളം നിറച്ച് എല്ലാരോടുള്ള പ്രതികാരം ചെയ്ത് തീർത്തതാണ് ദൈവത്തിന്. ധാരകോര്യ മരവി ഇവിടെ ആയിരുന്നു അമ്മയുടെ കാല് പൊള്ളിയപ്പോ അമ്മ ഇരുന്നത്. ഇവിടെയാണ് കാല് വെച്ച്
ഇരുന്നത്. ഇത്ര വർഷം പഴക്കമുണ്ടല്ലേ. മെഡിറ്റേഷൻ ഹാളാണിത്. അമ്മ സിസ്റ്റർമാർ ഇവിടെ ഇരുന്ന് ശാന്തിയത്. ഈ അൽഫോൻസാമ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ്. അൽഫോൻസാമയുടെ കിണർ വെള്ളം കോരി കുടിച്ചതൊക്കെ ഈ കിണറ്റിൽ നിന്നാണ്. അപ്പോൾ ഇത് ഇപ്പോഴും മരുന്ന് കിണറായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഔഷധ കിണറെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ണ് കുറച്ച് കുടിച്ചു, ഞാൻ കുടിച്ചു, മുഖമൊക്കെ കഴുകി വെള്ളം കുടിച്ച് ഫ്രഷായി. കാരണം ഞങ്ങൾ യാത്ര ചെയ്ത് വന്നപ്പോഴാണ് ഞങ്ങളിങ്ങനെ കണ്ടത്. ഇതാണ് അമ്മയുടെ വീട്. വീടിൻ്റെ ബാക്ക് വശമാണ്. ഇത് ബാക്ക് വശമാണ്. ബാക്കിലാണ് ഈ കിണർ. ആ ചവിട്ടുപടിയിലൂടെ ആ കാൽപാദങ്ങൾ എത്രയോ പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ടാവും. കൗമാരപ്രായം വരെ ജീവിച്ച ഓടി നടന്ന് പഠിച്ച വീടാണ് അമ്മ. ഒരു അനാഥത്വത്തിൽ നിന്ന് ദൈവത്തിനെ വിളിച്ച് വാഴ്ത്തപ്പെട്ടവളായി പുണ്യനാമം കഴിച്ച് ഇന്ന് വിശുദ്ധിയായിട്ട് ജീവിച്ച ഒരാളാണ് വാഴ്ത്തപ്പെട്ട അൽഫോൻസ. വിശുദ്ധ അൽഫോൻസാമയുടെ, അൽഫോൻസാമ എന്നാണ് പേര്. വിശുദ്ധിയായിട്ട് ജീവിച്ചു വന്ന ഒരാളാണ്. അതുപോലെ ഇന്നൊന്നും ആരും വിശുദ്ധരൊന്നും അല്ല കേട്ടോ.